അർപ്പിക്കുന്നതിനായിട്ട് മലയാളി അസോസിയേഷൻ ന്യൂജേഴ്സിയുടെ വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഞങ്ങളുടെ സ്വന്തം അനീഷ് ജെയിംസ് ആണ്. വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, there are a lot of songs in both languages, Malayalam, Hindi, English, everything is packed down here. Also dances. നന്ദി അർപ്പിക്കുന്നതിനായിട്ട് അനീഷ് ജെയിംസ്. താങ്ക് യു ഷൈനി ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. ഓട്ടോ താങ്ക്സ് സാധാരണ പരിപാടികളുടെ അവസാനമാണെങ്കിലും ഇത് അവസാനമല്ല. ആളുകൾ പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒന്ന് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് ഒത്തിരി നല്ല കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. ആദ്യം തന്നെ എല്ലാവർക്കും ഓണത്തിന്റെ നല്ല ഒരു ഓണാശംസകൾ. സമ്പദ് സമൃദ്ധിയുടെ ഒരു ഓണം, ആയുരാരോഗ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒരു അവതാരമായ പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായ കേരളത്തിൽ ആ കേരളം ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്ന മഹാബലി മറ്റൊരു ദശാവതാരമായ വാമനൻ ചവിട്ടി താഴ്ത്തി എന്നാണ് ഐതിഹ്യം. അതിന്റെ ഒരു ഓർമ്മ ആചരിച്ചുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ ഇപ്പൊ തന്നെയാണെങ്കിലും മഞ്ച് അതിനൊരു മാതൃകയായിരിക്കുകയാണ്. ഇവിടെയുള്ള രണ്ട് സംഘടനകൾ, മലയാളി അസോസിയേഷൻ ന്യൂജേഴ്സി, കേരള കൾച്ചർ ഫോറം ഒന്നിച്ച് അവരൊരു മാതൃക നൽകിയിരിക്കുകയാണ്. ഒന്നിച്ച് ഓണം ആഘോഷിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും ഇതിനു മുമ്പ് ആളുകൾ സംസാരിച്ചപ്പോൾ അതിന് ഊന്നൽ കൊടുക്കുന്നത് കണ്ടു. ഒരു നല്ല ഓണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. മാവേലി വാണ നാട് വളരെ നല്ലതായിരുന്നു, മഹത്തരമായിരുന്നു, സ്നേഹസമ്പൂർണമായിരുന്നു, കള്ളവുമില്ല, ചതിവുമില്ല, അങ്ങനെ ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ ആകുലപ്പെടാറുണ്ട്. ഇന്നും അതൊക്കെ നമുക്ക് കൈമോശം വന്നു പോയിട്ടില്ല. സങ്കടവും സന്തോഷവും എല്ലാം മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. അത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അത് ഒരിക്കലും കൈമോശം വന്നു പോയിട്ടില്ല. നമ്മൾക്ക് തന്നെ അത് വീണ്ടും വെട്ടിപ്പിടിക്കാവുന്നതാണ്, നിലനിർത്താവുന്നതാണ് എന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. ഈ മഹാബലി ഒരാളെ കാരണമാണ് വാമൻ ഇത്രയും പേര് കിട്ടിയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ മഹാബലിയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വാമൻ ഇത്രയും പേര് കിട്ടാൻ വഴിയില്ല. എന്റെ ഒരു പേഴ്സണൽ തോട്ടാണ്. നമ്മൾ വാമനെ എപ്പോഴും അറിയപ്പെടുന്നത് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയ വ്യക്തിയായിട്ടാണ്. വേറെ എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ? മഹാവിഷ്ണുവിന്റെ ദശാവതാരത്തിന്റെ അവതാരമാണ്. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും, നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും, ജോലിയിലാണെങ്കിലും, നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫിലാണെങ്കിലും ഒക്കെ നമ്മൾ പലപ്പോഴും പല വാമനന്മാരെയും കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. ഒരിക്കലും നമ്മുടെ തല അവരുടെ മുമ്പിൽ അവർക്ക് കാല് വയ്ക്കാൻ ചായച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ വാമനന്മാർക്ക് ഇവിടെ നമുക്ക് അതിന് മാത്രം ഒരു പ്രാധാന്യം കൊടുക്കാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക എന്നൊരു സന്ദേശം മാത്രം നൽകിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് ഇറങ്ങട്ടെ. ഞങ്ങൾ എന്തെല്ലാം ഇവിടെ ചെയ്താലും, എന്തെല്ലാം കാണിച്ചാലും, എത്ര വിഭവസമർത്ഥമായ സദ്യ ഒരുക്കിയാലും, എത്ര ആസ്വാദ്യകരമായ പരിപാടികൾ ഇവിടെ സ്റ്റേജിൽ നടത്തിയാലും, നിങ്ങളില്ലെങ്കിൽ ഇതിനൊന്നും ഒരർത്ഥവുമില്ല. ഇന്നത്തെ ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇന്ന് ഞങ്ങളോട് വന്ന് ഇവിടെ സഹകരിക്കാനും ഞങ്ങളോടുകൂടി ഓണസദ്യയും പരിപാടികളിലും എല്ലാം ഒത്തുചേരുവാനും നിങ്ങൾ കാണിച്ച സന്മനസ്സിന്, നിങ്ങളുടെ സമയത്തിന്, നിങ്ങളുടെ സ്നേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ആരെയെങ്കിലും ഞാനിനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.